നമസ്കാരം. ബെസ്റ്റ് മീഡിയ ട്രാക്ക് ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കായത്തിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ബാത് ഉസ് മംഗൾവാർ കി, ഒരു ചൊവ്വാഴ്ചയിലെ കാര്യം. ഇത് ഡയറിയാണ്. ഇതിൻ്റെ ലേഖിക ഡോക്ടർ രമണി അഡ്കൂരി. ഇത് ഡോക്ടർ രമണി അഡ്കൂരിയുടെ ഡയറിയുടെ ഒരു അംശമാണ്. ഡോക്ടർ രമണി അഡ്കൂരി കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫിസിഷ്യൻ ആണ്. സാമൂഹിക ആരോഗ്യ ചികിത്സയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ആദിവാസികൾക്കിടയിൽ പ്രാഥമിക ആരോഗ്യ കാര്യങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കും സൂതികർമ്മി അതായത് വൈറ്റാട്ടികൾക്കും നഴ്സുമാർക്കും പരിശീലനവും നൽകുന്നുണ്ട്. ഡോക്ടർ രമണി അഡ്കൂരിയുടെ ഡയറിയുടെ ഒരു അംശമാണ് ഈ പാഠഭാഗം. ഏതു വിധേനയും പണം സമ്പാദിക്കാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യത്വം നഷ്ടപ്പെട്ട ഇന്നത്തെ സമൂഹത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ലേഖികയുടെ ജീവിതം. പാഠഭാഗത്തിലേക്ക് പോകാം. പാഠഭാഗം വായിച്ച് അതിൻ്റെ അർത്ഥം പറയാം. ആജ് മംഗൾവാർ ഹേ, ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഓർമേ അജാൻ കമാർ അഭയാരണ്യ ഛത്തീസ്ഗഡ് में बसे ബ്രാഹ്മണി ഗൗമേഹും. ഞാൻ ഛത്തീസ്ഗഡിലെ അജാൻ കമാർ സംരക്ഷിത വനമേഖലയിൽ വസിക്കുന്ന ബ്രാഹ്മണി ഗ്രാമത്തിലാണ്. അപ്പനെ 5 സാത്യം കെ സാത്ത്, എൻ്റെ 5 സുഹൃത്തുക്കൾക്കൊപ്പം. 5 സാത്യം 5 സുഹൃത്തുക്കൾക്കൊപ്പം 65 കിലോമീറ്റർ ചെൽക്കർ 65 കിലോമീറ്റർ സഞ്ചരിച്ചാണ് മേ യഹാം പൗഞ്ചിഹും, ഞാൻ അവിടെ എത്തിച്ചേർന്നത്. യഹാം ഹം ഹഫ്തേ മേ ഏക് ദിൻ ക്ലിനിക് ചലാത്തെ ഹേ, അവിടെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ക്ലിനിക് നടത്തുന്നു. ഹഫ്ത ആഴ്ച. अजान कमार के सुंदर घने जंगलों से गुजरते हुए कई झरने नाले पार करके हम यहाँ पहुँचे हैं. അജാൻ കമാർ കെ സുന്ദരമായ അജാൻ കമാറിലെ സുന്ദരമായ ഘനെ ജംഗ്ലോംസെ, ഘനെ ജംഗൾ ഇടതൂർന്ന വനങ്ങൾ, വനങ്ങളിലൂടെ ജംഗ്ലോംസെ വനങ്ങളിലൂടെ ഗുസർത്തെ ഹൂയെ കടന്നിട്ടാണ് പ്രവേശിച്ചിട്ടാണ് പ്രവേശിച്ച് കൈ ചെർണെ നാലെ, ചെർണ നാലെ എന്ന് പറഞ്ഞാൽ അരുവികളും തോടുകളും. പാർ കർക്കെ ഹം യഹാ പൗഞ്ചെ ഹെ, മുറിച്ച് കടന്നിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. ബർസാത്ത് കാ മോസം, മഴയുടെ കാലാവസ്ഥയായിരുന്നു, മഴക്കാലമായിരുന്നു. മനിയാരി നദിമേ പൂരാ പാനി, മനിയാരി നദിയിൽ മുഴുവനായിട്ടും വെള്ളമായിരുന്നു. ഓർ നദി പർ പുൽ നഹീം, അവിടെയാണെങ്കിൽ നദിയിൽ പുൽ മീൻസ് പാലവുമില്ല. ഹംനെ ജീപ്പ് കോ ഇസ് പാർ ഗഡാകിയ, ഞങ്ങൾ ജീപ്പിനെ ഇക്കരെ നിർത്തി. ഇസ് പാർ ഗഡാകിയ മീൻസ് ഇക്കരെ നിർത്തി. अपने रजिस्टर ഉപകरण വഗേരഹ സർ കെ ഊപ്പർ ഉഡായെ, ഞങ്ങൾ ഞങ്ങളെ രജിസ്റ്ററും ഉപകരണങ്ങളും മുതലായവയൊക്കെ ഞങ്ങളുടെ തലയിൽ ചുമന്നു. ഓർ നദി പാർക്കി, അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു? നദി മുറിച്ചു കടന്നു. കമർ തക് പാനി, ഞങ്ങളുടെ അരയ്ക്കൊപ്പം വരെ വെള്ളം ഉണ്ടായിരുന്നു. ബർസാത്തോ ജബ് നദി നാലെ ഊഫാൻ പർ ഹോത്തെ ഹേ ടോ കൈ ഗാവ് ഏക്ക് ദൂസരെ സെ കട്ട് ജാത്തെ ഹേ. അപ്പോൾ മഴക്കാലമൊക്കെ ആവുമ്പോൾ എപ്പോഴാണ് നദിയും തോടുകളൊക്കെ ഊഫാൻ പർ ഹോത്തെ ഹേ, വെള്ളം നിറഞ്ഞ് കവിയുന്നത്, ആ സമയത്ത് കൈ ഗാവ് കുറേ ഗ്രാമങ്ങളൊക്കെ എന്ത് ചെയ്യും? ഏക്ക് ദൂസരെ സെ കട്ട് ജാത്തെ ഹേ, ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. നദി പാർ കർണേക്കെ ബാദ്, ഞങ്ങൾ നദിയൊക്കെ മുറിച്ച് കടന്നതിന് ശേഷം 3 കിലോമീറ്റർ ഓർ ചെല്ലാപ്പഴ, 3 കിലോമീറ്റർ കൂടെ ഞങ്ങൾക്ക് നടക്കണമായിരുന്നു. ജബ് തക്ക് ഹം ക്ലിനിക് പहुंचे പസീനെ ഹോ ഗയെ, ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും ആകെ വിയർത്ത് കുളിച്ചിരുന്നു. 11:30 बजे जब हम क्लिनिक पहुँचे तो अच्छी गासी भीड़ हमारा इंतज़ार कर रही थी. 11:30 മണിയായപ്പോഴേക്കും ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിച്ചേർന്നു. അപ്പോൾ അച്ചി ഗാസി ഭീഡ് ഹമാര ഇന്തസാർ കർ റഹി തി, അപ്പോൾ അവിടെ നല്ല ആൾക്കൂട്ടം ഇന്തസാർ കർ, ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്തസാർ കർണ പ്രതീക്ഷിച്ചിരിക്കുക. അച്ചി ഗാസി ഭീഡ് സാമാന്യ നല്ല ആൾക്കൂട്ടം. ഹമാര ഇന്തസാർ കർ റഹി തി, ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇന്തസാർ പ്രതീക്ഷ. യഹാ കൈ ഗാവോം സെ ലോഗ് ആത്തെ ഹേ, ഇവിടെ പല ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ അവിടെ വരാറുണ്ട്. അഭയാരണ്യക്ക് അന്തർ ഓർ ബാഹർ ദോനോ ജഗഹോം സെ, അഭയാരണ്യത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ദോനോ രണ്ട് ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ അവിടെ വരാറുണ്ട്.
5 बजे तक तेज़ बारिश हो गई और अभी भी कुछ मरीज देखने बाकी है. 5 മണി ആയപ്പോഴേക്കും 5 बजे तक 5 മണി ആയപ്പോഴേക്കും തേസ് ബാരിഷ് ശുരു ഹോ ഗയി. നല്ല ശക്തമായ മഴ. തേസ് ബാരിഷ് എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ ആരംഭിച്ചു. ശുരു ഹോന ആരംഭിക്കുക. और अभी भी कुछ मरीज देखने बाकी है. ഇപ്പോഴും കുറച്ചും കൂടെ രോഗികളെ നോക്കാൻ ബാക്കിയുണ്ട്. ആജ് ഹംനെ 70 മരീസ് ദേखे. ഇന്ന് ഞങ്ങൾ 70 രോഗികളെ നോക്കി. अब तक अंधेरा बहुत गहरा गया है और बारिश भी मुसलधार है. അപ്പോഴേക്കും ഇരുട്ട് കയറി തുടങ്ങിയിരുന്നു, ഇരുട്ടായി തുടങ്ങിയിരുന്നു. അന്ധേര ബഹുത്ത് ഗഹരാഗ എന്ന് വെച്ചാൽ ഇരുട്ട് ആയി തുടങ്ങിയിരുന്നു. और बारिश भी मुसलधार है, മഴയും ശക്തമായിരുന്നു, മുസൽദാർ ശക്തമായിരുന്നു. ഹം അപ്നി ജീപ്പ് തക് തോ നഹി പहुंच പായെങ്കെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീപ്പ് വരെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ജീപ്പ് അവർ അക്കരെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ ജീപ്പിൻ്റെ അവിടെ വരെ പോകാൻ, ജീപ്പ് തക് തോ നഹി പहुंच പായെങ്കെ, ജീപ്പിൻ്റെ അവിടം വരെ പോകാൻ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നില്ല. രാത്രി ഹി രുക്കനാ പടേക, അതുകൊണ്ട് ഞങ്ങൾക്ക് രാത്രി അവിടെ തങ്ങേണ്ടി വന്നു. हम चूल्हे के पास बैठकर गर्म दाल चावल और साग का भोजन करते हैं. हम എന്ന് ഉദ്ദേശിക്കുന്നത് ലേഖികയും ലേഖയോടൊപ്പം 5 കൂട്ടുകാരും ഉണ്ടായിരുന്നല്ലോ. അവരെല്ലാവരും കൂടി ചൂൽഹേക്ക് പാസ്, ചൂൽഹെ അടുപ്പ്, ചൂൽഹയ്ക്ക് പാസ് ബൈഠക്കർ അടുപ്പിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഗർമ ദാൽ ചാവൽ और साग का भोजन करते हैं. ഗർമ ചൂടേറ്റ്, ദാൽ ചാവൽ പരിപ്പും ചോറും और साग का भोजन പച്ചക്കറിയുമുള്ള ഭക്ഷണം തയ്യാറാക്കി കഴിച്ചു. ഗർമ ഭോജൻ കിത്തന സ്വാദിഷ്ട് ലഗ് രഹാ ഹൈ. അതായത് ചൂടുള്ള ഭക്ഷണം, ഗർമ ഭോജൻ ഭോജൻ ഭക്ഷണം, ഗർമ ഭോജൻ ചൂടുള്ള ഭക്ഷണം, കിത്തന സ്വാദിഷ്ട് ലഗ് രഹാ ഹൈ നല്ല സ്വാദിഷ്ടമായിരുന്നു. ദിൻ ഭർ കി മെഹനത്ത് और बरसात की हल्की ठंडक में तो यह और भी स्वादिष्ट हो गया है. അതായത് പകലന്തിയോളമുള്ള കഠിനാധ്വാനം, ദിൻ ഭർ കി മെഹനത്ത് और ബർസാത്ത് കി ഹൽക്കി ടണ്ടക് മഴയുടെ നേരിയ തണുപ്പും, तो यह और भी स्वादिष्ट हो गया അതും കൂടി ആയപ്പോൾ മഴയുടെ തണുപ്പും മൂലം ഭക്ഷണം വളരെ സ്വാദിഷ്ടമായി തോന്നി. मेरे काम का एक बड़ा हिस्सा इन बेचारों की स्थितियों को समझना है. ലേഖക പറയാണ്, മേരെ കാം കാ എൻ്റെ ജോലിയുടെ एक बड़ा हिस्सा എൻ്റെ ഒരു വലിയ പങ്ക്, ഹിസ്സ പങ്ക്, ഇൻ ബേചാരോങ്കി സ്ഥിതിയോങ്കോ ഈ നിരപരാധികളുടെ ഈ പാവങ്ങളുടെ സ്ഥിതിയോങ്കോ സ്ഥിതി അവസ്ഥ, അവരുടെ അവസ്ഥ സമജ്ന ഹെ മനസ്സിലാക്കുക എന്നതാണ്. കൈ മരീസോങ്കോ ഇഞ്ചക്ഷൻ പർ ബഡാ വിശ്വാസ് ഹോത്താ ഹെ. കുറേ ധാരാളം മരീസ് പേഷ്യൻ്റ് രോഗികൾക്ക് ഇഞ്ചക്ഷൻ പർ ഇഞ്ചക്ഷനിലാണ് ബഡാ വിശ്വാസ് ഹോത്താ ഹെ ഏറ്റവും അവർക്ക് ഭയങ്കര വിശ്വാസം ഇഞ്ചക്ഷനിലാണ്. ഇത്തന കി അഗർ കേവൽ ഗോലിയാം ദി ജായേ തോ ഉൻഹെ ലഗ്താ ഹി നഹി कि उनका इलाज हो रहा है. അപ്പോൾ കുറച്ച് ഗുളിക കൊടുത്താൽ, ഇത്തനാക്കി അഗർ കേവൽ ഗോലിയാൻ ദി ജായേ തോ ഗുളിക കൊടുക്കുകയാണെങ്കിൽ ഉൻഹെ ലഗ്താ ഹി നഹി ഉൻകാ ഇലാജ് ഹോ രഹാ ഹെ ഗുളികയും മരുന്ന് കൊണ്ട് മാത്രം അസുഖം മാറുകയില്ലെന്നാണ് അവരുടെ വിശ്വാസം. तो उन्हें समझना पड़ता है कि ज़्यादातर इंजेक्शन महंगे तो होते ही हैं और गैर ज़रूरी भी होते हैं. അതുകൊണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു, കൂടുതൽ ഇഞ്ചക്ഷനുകളും വില കൂടിയതുമാണ്, തന്നെയുമല്ല അനാവശ്യവുമാണ്. आज के ज़माने में कई लोग सोचेंगे कि एक डॉक्टर का यह सब काम तो नहीं, घने जंगलों के बीच सफ़र करना, पैदल नदी पार कर गरीब लोगों का इलाज करना. അതായത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ, ധാരാളം ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഏക ഡോക്ടർക്ക് സബ് കാം തോ നഹി, ഒരു ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതായത് എന്നിട്ടാണ് കാട്ടിലൂടെ ഘനെ ജംഗ്ലോം കെ ബീച്ച് സഫർ കർണ ഇടതൂർന്ന വനങ്ങളിലൂടെ യാത്ര ചെയ്യുക, പൈതൽ നദി പാർക്കർ നദി മുറിച്ച് കടന്നിട്ട്, ഗരീബ് ലോഗോं की इलाज करना പാവങ്ങളെ ചികിത്സിക്കുക, ऐसे लोगों का तो फीस भी नहीं दे सकते അതും ഫീസ് പോലും തരാൻ കഴിവില്ലാത്തവർ. बिना लाइट पंखे के बीच जंगल में एक कच्ची चौपड़ी में मरीजों को देखना. അതായത് ബിനാ ലൈറ്റ് പങ്കയ്ക്ക് ബീച്ച്, ലൈറ്റോ പങ്ക ഫാനൊന്നും ഇല്ലാതെ, ബീച്ച് ജംഗൾമേ അതേപോലെ ജംഗളിൽ എന്ന് വെച്ചാൽ കാട്ടിൽ, एक कच्ची चौपड़ी में ഒരു ചോമ്പടി കുടിൽ കിടന്നുറങ്ങുക. ഇതൊക്കെ മരീസോങ്കോ ദേക്കന, ജമീൻ പർ സോന പിന്നെ രോഗികളെ നോക്കുക, ജമീൻ പർ സോന നിലത്ത് കിടന്നുറങ്ങുക. ക്യാ ഇഹ് സബ് എക് പഠാ ലിഖ ഡോക്ടർ കർത്താ ഹെ, എക് പഠാ ലിഖ
ഇങ്ങനെ അഭ്യസ്തവിദ്യയായ അഭ്യസ്തവിദ്യ വെച്ചാൽ നല്ല ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ള ഡോക്ടർമാർ ഇങ്ങനെ ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മുझसे कई लोग पूछते हैं कि शहर में मेरा क्लिनिक कहाँ है. എന്നോട് ഒരുപാട് പേര് ധാരാളം ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഷെഹർ മേ മേരാ ക്ലിനിക് കഹാ ഹെ, ടൗണിൽ ഷെഹർ ടൗണിൽ എൻ്റെ ക്ലിനിക്ക് എവിടെയാണെന്ന്. മേരാ ജവാബ് ഹോത്താ ഹെ कि मेरा क्लिनिक शहर में नहीं है. അപ്പോൾ എൻ്റെ മറുപടി ഇതായിരുന്നു അവരോട്, എൻ്റെ ക്ലിനിക്ക് ഷെഹർ ടൗണിലല്ലായിരുന്നു. യഹി ജംഗൽ കെ ബീച്ച്, ഈ കാടിൻ്റെ നടുവിലാണ്. സബി മേരെ ക്ലിനിക് ഹെ, ഈ വനത്തിൽ ഈ കാണുന്നതൊക്കെ എൻ്റെ ക്ലിനിക്കാണെന്നും. മുझे इसी तरह का ഡോക്ടർ ബനെ രഹനാ ഹെ, എനിക്ക് ഇത്തരത്തിൽ ഡോക്ടർ ആകാനാണ് ആഗ്രഹം. യഹി കാം മുझे അച്ഛെ ലഗ്താ ഹെ, ഇത് എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നു. ഓർ ഇസി കാം കാ മുझे റോസ് ഇന്തസാർ രഹത്താ ഹെ, ഇത്തരം ജോലികളാണ് ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നത്, ഡോക്ടർ അവരോട് പറഞ്ഞു. ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന വേർഡ് മീനിങ്: ഊഫാൻ തിളച്ച് പൊങ്ങൽ, പസീന വിയർപ്പ്, അച്ചി ഗാസി സാമാന്യം നല്ല ആൾക്കൂട്ടം, ഹിസ്സ പങ്ക്, മഹങ്ക വില കൂടിയ, ഗോലി ഗുളിക, കച്ച ചോമ്പടി മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടിൽ. ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ടെസ്റ്റ് വർക്കും ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മെഹനത്ത് കി കമായി കാ ഭോജൻ സ്വാദിഷ്ട് ക്യൂം ഹോ ജാത്തെ ഹെ. ഉത്തർ: ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഇതാണ്: അധ്വാനം കൊണ്ട് നേടുന്ന ഭക്ഷണം എന്തുകൊണ്ടാണ് സ്വാദിഷ്ടമാകുന്നത്. അധ്വാനം കൊണ്ട് നേടുന്ന ഭക്ഷണം എന്തുകൊണ്ടാണ് സ്വാദിഷ്ടമാകുന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഉത്തർ: അപ്പനെ മെഹനത്ത് കാ മൂല്യ സംജനയ്ക്ക് കാരണം, സ്വന്തം അധ്വാനത്തിൻ്റെ വില മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് സ്വാദിഷ്ടമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: മരീസ് ഗൈർ ജറൂരി ഇഞ്ചക്ഷൻ ചാഹത്തെ ഹെ ക്യൂ. രോഗി ആവശ്യമില്ലാതെ ഇഞ്ചക്ഷൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട്? അതാണ് ഇതിൻ്റെ അർത്ഥം. ഉത്തർ: കൈ മരീസോക്കോ ഇഞ്ചക്ഷൻ പർ ബഡാ വിശ്വാസ് ഹോത്താ ഹെ. മിക്ക രോഗികൾക്കും ഇഞ്ചക്ഷൻ പർ കുത്തിവയ്പ്പിലാണ് വലിയ വിശ്വാസം. यही नहीं अगर केवल गोलियां दी जाए तो उन्हें लगता ही नहीं कि उनका इलाज हो रहा है. തന്നെയുമല്ല മാത്രമല്ല ഗുളിക മാത്രം കൊടുത്താൽ ചികിത്സ കിട്ടിയെന്ന് അവർ കരുതുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ്, ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ അവർ അസുഖം മാറുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ്. ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അവർ രോഗം മാറുകയില്ല എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. അപ്പോൾ എന്നിട്ടാണ് यही नहीं अगर केवल गोलियां दी जाए तो उन्हें लगता ही नहीं कि उसका इलाज हो रहा है. ഗുളിക മാത്രം കൊടുത്താൽ ചികിത്സ കിട്ടിയെന്ന് അവർ കരുതുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: യഹി ജംഗൽ കെ ബീച്ച് യേ സബി മേരാ ക്ലിനിക് ഹെ, ഇസ്സെ ആപ്നെ ക്യാ സംജാ. ഈ വനത്തിൻ്റെ നടുവിൽ ഇവരെല്ലാവരും എൻ്റെ ക്ലിനിക്കാണ്, ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അതാണ് എൻ്റെ അർത്ഥം. ഉത്തർ: സാധാരണ രോഗി ചികിത്സാ കേലിയെ ക്ലിനിക് ജാത്തെ ഹെ. സാധാരണയായിട്ട് രോഗികൾ എന്താണ് ചികിത്സാക്കേലി, അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ക്ലിനിക്കിൽ പോകുന്നു. ലേക്കിൻ ലേഖിക മരീസ് കെ പാസ് ജാക്കർ, എന്നാൽ നമ്മുടെ ലേഖിക എങ്ങനെ ചെയ്യുന്നത്? രോഗികളുടെ അടുത്തേക്ക് പോകുന്നു. മരീസ് കെ പാസ് ജാക്കർ, രോഗികളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചികിത്സാ കർത്തി ഹെ, ചികിത്സിക്കുന്നു. ഇസ്ലിയെ ഏസാ കഹാ ഹെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ: ഡോക്ടർ രമണി അഡ്കൂരിക്ക് ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി ലിഖേ. ഡോക്ടർ രമണി അഡ്കൂരിയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തർ: ഡോക്ടർ രമണി അഡ്കൂരി സാമുദായിക സ്വസ്ഥ ചികിത്സക് ഹെ. ഡോക്ടർ രമണി അഡ്കൂരി കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫിസിഷ്യൻ ആണ്. ഒഡീസ, മധ്യപ്രദേശ് और छत्तीसगढ़ के आदिवासी इलाकों में प्राथमिक स्वास्थ्य में पिछले 20 सालों से कार्यरत हैं. ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ആദിവാസി പ്രദേശങ്ങളിൽ പ്രാഥമികാരോഗ്യത്തിൽ കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുന്നു. സ്വസ്ഥ കാര്യകർത്താവും ദായോ വ നഴ്സോं को प्रशिक्षण भी वे दे रही हैं. തന്നെയുമല്ല ആരോഗ്യ പ്രവർത്തകർക്കും സൂതികർമ്മി വൈദ്യാർത്ഥികൾക്കും നഴ്സുമാർക്കും പരിശീലനവും കൊടുക്കുന്നു. बिना लाइट पंखे के बीच जंगल में एक कच्ची चौपड़ी में मरीज को देखना, ज़मीन पर सोना आदि आज के ज़माने में शायद कोई भी तैयार नहीं होता. അതായത് ഫാനോ ലൈറ്റോ ഇല്ലാതെ വനത്തിലെ അപരിഷ്കൃതമായ കുടിലിൽ രോഗികളെ പരിശോധിക്കുവാനും തറയിൽ കിടന്നുറങ്ങാനും ഇന്നത്തെ കാലത്ത് ആരും തന്നെ തയ്യാറാവുകയില്ല.
आज अधिकतर डॉक्टर कंसल्टिंग फीस के अलावा प्रयोगशाला, स्कैनिंग सेंटर, फार्मेसी आदि मालिक से मिलकर कमीशन भी लेते हैं. ഇന്ന് ഒട്ടുമിക്ക ഡോക്ടർമാരും കൺസൾട്ടിംഗ് ഫീസ് കൂടാതെ ലാബോറട്ടറി, സ്കാനിംഗ് സെൻറ്റർ, ഫാർമസി തുടങ്ങിയവയുടെ ഉടമകളുമായി ചേർന്ന് അവരിൽ നിന്നും കമ്മീഷൻ വാങ്ങിക്കുന്ന ഈ കാലത്ത് इसके विपरीत घने जंगलों के बीच सफ़र कर, पैदल नदी पार कर, गरीब लोगों का जो फीस भी नहीं दे सकते, इलाज करना लेगा के अलावा अन्य अधिक लोग कर न सकते. ഇതിന് വിപരീതമായി കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്ത് മരുന്നിന് പോലും പണം കൊടുക്കാൻ കഴിവില്ലാത്തവരെ ചികിത്സിക്കുന്നവർ അധികമാരും ഉണ്ടാകില്ല. മുസൽധാർ വർഷ सहनकर चूल्हे के पास बैठकर वह स्वयं भोजन तैयार करती है. പെരുമഴ സഹിച്ച് അടുപ്പിന് സമീപം ഇരുന്ന് സ്വയം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുവാനും അവർ തയ്യാറാകുന്നു. സംക്ഷേപമേ കൽ സക്തേ ഹേ കി രമണി അർകൂരി ജൈസി മഹിള സമാജ് കി ബഡി ഉപലബ്ധി ഹേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ രമണി അർകൂരിയെ പോലെയുള്ളവർ സമൂഹത്തിന് വലിയ നേട്ടമാണ്. അടുത്ത ടെസ്റ്റിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ആപ്കെ ദൃഷ്ടികോൺ മേ ഏക് ഡോക്ടർ കെ ഗുൺ ക്യാ ക്യാ ഹേ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു ഡോക്ടർക്കു വേണ്ട ഗുണങ്ങൾ എന്തെല്ലാം? ഉത്തർ. മേരി രായ് മേ ഡോക്ടർ കോ ഈമാൻദാർ ഹോനാ ചാഹിയെ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡോക്ടർ സത്യസന്ധനായിരിക്കണം. അപ്പിനെ പേശ് കോ ധൻ കമാനെ കാ ഉപായ് ന മാൻനാ ചാഹിയെ. തൻ്റെ തൊഴിൽ ധനം സമ്പാദിക്കാൻ ഉപായമായി കണക്കാക്കരുത്. മരീസോ കെ പാസ് ജാക്കർ ഉൻകി സേവ ശുശ്രൂഷ കർണി ചാഹിയെ. രോഗികളുടെ അരികിൽ പോയിട്ട് ഉൻകി സേവ ശുശ്രൂഷ കർണി ചാഹിയെ. അവർക്ക് വേണ്ട സേവനവും ശുശ്രൂഷമെല്ലാം ചെയ്യണം. മരീസോ കെ സാത്ത് സഹാനുഭൂതിപൂർണ്ണ വ്യവഹാർ കർണ ചാഹിയെ. രോഗികളോട് ഒരു സഹാനുഭൂതി നിറഞ്ഞ പെരുമാറ്റമായിരിക്കണം. अपने उत्तरदायित्व को निभाते हुए समाज के लोगों के स्वस्थ रखने के कामों में भाग लेना चाहिए. തൻ്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കണം. അടുത്തത് ടെസ്റ്റിൽ നിന്ന് വരുന്നൊരു വർക്കാണിത്. പേജ് നമ്പർ 53. ശൃംഖല ആകെ ബഡായി. ശൃംഖല പൂർത്തിയാക്കാം. ഇവിടെ ഡോക്ടർ കർത്തവ്യനിഷ്ഠ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സിൽ മുസൽധാർ ബാരിഷ് മേ ബി മുസീബത്തെ സഹത്തെ ഹുയെ ജംഗലി ഇലാക്കമി പഹുഞ്ചി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തേൽ ബിനാ ഫീസ് കെ ഇലാജ് കർണ. അതിൻ്റെ അടിയിൽ घने जंगलों में सफ़र कर गरीब लोगों के पास इलाज करने आना. यह समझाना कि ज़्यादातर इंजेक्शन महंगे होते हैं. തൊട്ടപ്പുറത്തെ കോളത്തിൽ अपने रजिस्टर उपकरण आदि सर के ऊपर उड़ाए और नदी पार की. बेचारे मरीजों की स्थितियों को समझाना. അതിനടിയിൽ നൈതിക് ബോധ്, ദയ, जिम्मेदारी ഇങ്ങനെ എഴുതി കൊടുക്കാം. അതിനുശേഷം ऐसा कहना कि यही जंगल के बीच ये सभी मेरे क्लिनिक है. ऐसा कहना मुझे इसी तरह का डॉक्टर बने रहना है. दाइयों व नर्सों को प्रशिक्षण देना. बिना लाइट पंखों के बीच जंगल में कच्ची चौपड़ी में मरीजों को देखना. एक ही दिन 17 मरीजों को देखना. हफ्ते में एक दिन 65 किलोमीटर यात्रा कर क्लिनिक चलाना. അടുത്തത് ബാച്ചിത് ലിഖേ. സംഭാഷണം എഴുതുക. ഇപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് സംഭാഷണം തയ്യാറാക്കാം. दादाजी इस बूढ़ापे में आप पेड़ लगाते क्यों? ഈ വയസ്സുകാലത്ത് മുത്തശ്ശൻ എന്തിനാ മരം നടുന്നത്? മുത്തശ്ശൻ മറുപടി പറയുകയാണ്. തേരേലിയെ മേരെ പോത്തോം കേലിയെ. നിനക്കും വേണ്ടി എൻ്റെ പേരക്കുട്ടികൾക്കു വേണ്ടി. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഇസ്സെ ആപ്കോ ക്യാ ഫൈദ. ഇതുകൊണ്ട് മുത്തച്ഛൻ എന്താ പ്രയോജനം? മുത്തശ്ശൻ മറുപടി പറയുകയാണ്. വഹാം ദേഖോ ഉൻഹെ മേരെ ദാദാജി ने लगाया, मैंने उनका फ़ायदा उठाया. उसी प्रकार यह पौधा बड़ा होकर तुझे उपकारी हो जाएगा. അങ്ങോട്ട് നോക്കൂ, അവയെല്ലാം എൻ്റെ മുത്തശ്ശൻ നട്ടതാണ്. അവ എനിക്കാണ് പ്രയോജനപ്പെട്ടത്. അതുപോലെ ഇവ നിങ്ങൾക്കും ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാവുന്നതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.